അവിട്ടം നക്ഷത്രം. എത്ര വലിയ തടസ്സങ്ങൾ മുന്നിൽ വന്നാലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടുന്ന ഒരു നായകനാണോ നിങ്ങൾ? മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്താത്ത സ്വയം പര്യാപ്തതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ. മകരക്കൂറിലും കുംഭക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട പരീക്ഷണങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ചെറുതൊന്നുമല്ല. എന്നാൽ കേട്ടോളൂ, ചിങ്ങം ഒന്നോടെ പിറക്കുന്ന 1202 കൊല്ലവർഷം നിങ്ങൾക്ക് വെറും ഒരു സാധാരണ വർഷമല്ല. അവിട്ടത്തിന് അവിട്ടം പോലെ ധനം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധം നിങ്ങളുടെ ജീവിതത്തിൽ വൻ സാമ്പത്തിക വളർച്ചയും മാറ്റങ്ങളും കൊണ്ടുവരാൻ പോകുന്ന ചരിത്ര വർഷമാണിത്. എന്നാൽ ഈ വലിയ നേട്ടങ്ങൾക്കിടയിലും നിങ്ങളെ വീഴ്ത്താൻ പോകുന്ന ഒരൊറ്റ വലിയ അപായച്ചുഴി മുന്നിൽ കാത്തിരിപ്പുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് 1202 സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക, തൊഴിൽ, കുടുംബ, ആരോഗ്യ മാറ്റങ്ങൾ എന്തൊക്കെ? പൂർണ്ണമായി അറിയാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാണുക. ചൊവ്വ അധിപനായ അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളും സംഗീതത്തിലും കലകളിലും താല്പര്യമുള്ളവരും നേതൃത്വ പാടവമുള്ളവരുമാണ്. ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യത്തിനും നിങ്ങൾ തയ്യാറാവില്ല. 1202 കൊല്ലവർഷത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന അത്യപൂർവ മാറ്റങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും സുവർണ അവസരങ്ങളുമാണ് സമ്മാനിക്കുന്നത്. മകരക്കൂറിൽ വരുന്ന 1-2 പാദക്കാർക്ക് തടസ്സങ്ങൾ മാറി കാര്യവിജയവും, കുംഭക്കൂറിൽ വരുന്ന 3-4 പാദക്കാർക്ക് ശനി ഭഗവാന്റെ സാന്നിധ്യത്താൽ കഠിനാധ്വാനത്തിന് അനുയോജ്യമായ സ്ഥാനമാനങ്ങളും ലഭിക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പെട്ടെന്നുള്ള ദേഷ്യവും അനാവശ്യ വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുന്നത് മാത്രമാണ് ഈ 1202 നിങ്ങളുടെ പ്രധാന വിജയോപാധി. ഇനി ഏതൊരു വ്യക്തിയും ഉറ്റുനോക്കുന്ന തൊഴിൽ, കരിയർ മേഖലകളിലേക്ക് വരാം. 1202 അവിട്ടം നക്ഷത്രക്കാരുടെ കരിയറിൽ എന്തെല്ലാം വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്? നിങ്ങൾ പുതിയൊരു ജോലി അന്വേഷിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വലിയൊരു കുതിച്ചുചാട്ടം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളെ തേടി മികച്ച അവസരങ്ങൾ എത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് വിസ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായ ജോലി ലഭിക്കാൻ അത്യന്തം അനുകൂലമായ സമയമാണിത്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വ്യാപിക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണം, എഞ്ചിനീയറിംഗ്, സൈന്യം, സ്പോർട്സ്, ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വൻ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തിക വശത്തേക്ക് നോക്കുകയാണെങ്കിൽ 1202 അവിട്ടം നക്ഷത്രക്കാർക്ക് വലിയ അപ്രതീക്ഷിത ധനയോഗവും സമൃദ്ധിയും നൽകുന്ന ഒരു സുവർണ വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അലട്ടിയിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണവും കുടിശ്ശികകളും കൈകളിൽ എത്തിച്ചേരും. സ്വന്തമായി ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഈ 1202 യാഥാർത്ഥ്യമാകും. പക്ഷെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രധാന ജാഗ്രത വേണം. കയ്യിൽ പണം വരുമ്പോൾ ആവേശത്തിന്റെ പുറത്ത് അപകടകരമായ സാമ്പത്തിക ഇടപാടുകളിലോ വ്യക്തതയില്ലാത്ത പങ്കാളിത്ത ബിസിനസ്സുകളിലോ പണം നിക്ഷേപിക്കരുത്. മറ്റുള്ളവർക്ക് ഈട് നിൽക്കുന്നതും ശ്രദ്ധിക്കണം. വിവേകത്തോടെ പണം കൈകാര്യം ചെയ്താൽ ഈ വർഷം വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഈ വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും? കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. ദീർഘകാലമായി നീണ്ടുപോയ വിവാഹാലോചനകൾ അവിട്ടം നക്ഷത്രക്കാർക്ക് സഫലമാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വിവേകത്തോടെ സംസാരിച്ചാൽ അതൊക്കെ പരിഹരിക്കപ്പെടും. സന്താനങ്ങളുടെ വളർച്ചയിലും അവരുടെ നേട്ടങ്ങളിലും നിങ്ങൾ ഏറെ അഭിമാനിക്കും. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ അനാവശ്യ ദേഷ്യം മൂലമുള്ള രക്തസമ്മർദ്ദം, തലവേദന അല്ലെങ്കിൽ വാഹന ഉപയോഗത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ പരിക്കുകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡ്രൈവിംഗിലും സാഹസിക പ്രവർത്തികളിലും കടുത്ത ജാഗ്രത പാലിക്കുക. 1202 അനുഭവപ്പെടാവുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ അവിട്ടം നക്ഷത്രക്കാർ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭഗവാനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. സുബ്രഹ്മണ്യന് പാലഭിഷേകം നടത്തുന്നതും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും ദോഷങ്ങളെ അകറ്റും. ദിവസവും കന്ദഷഷ്ടി കവചം ജപിക്കുന്നതോ കേൾക്കുന്നതോ നിങ്ങൾക്ക് കഠിനമായ ആത്മവിശ്വാസവും തടസ്സമില്ലാത്ത വിജയവും നൽകും. സാധുക്കൾക്ക് ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ അനാവശ്യ ദേഷ്യവും ധൃതിയും മാറ്റിവെച്ച് മുന്നോട്ട് പോയാൽ 1202 കൊല്ലവർഷം അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സുവർണ കാലഘട്ടമായി മാറും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട അവിട്ടം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കൃത്യമായ നക്ഷത്രഫലങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അവിട്ടം നക്ഷത്രക്കാർക്കും സർവ്വമംഗളങ്ങൾ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.